ഹലോ ഗൈസ്, മീ ആൻഡ് മൈ കല്ലൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ 3 പേരും കൂടി ഇതാ ഒറ്റ മൈൻഡിൽ ഇറങ്ങിയതാട്ടോ ഒരു ഷവായ കഴിക്കാൻ വേണ്ടിയിട്ട്. വെറും ഷവായയല്ല, നമ്മുടെ നാട്ടിൽ തന്നെ ഫേമസ് ആയുള്ള ടി ആൻഡ് ടിയിലെ ഷവായ കഴിക്കാൻ പോവാണ്. 3 അല്ല 4 പേരുണ്ട് കേട്ടോ. ഞങ്ങളുടെ തറവാട്ടിൽ തന്നെ പെൺകുട്ടികൾ കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇവർ 2 പേരും മാത്രമല്ല, എനിക്ക് വേറെ അനിയത്തിമാരുണ്ട്. ഇതിലാ യെല്ലോ ടീഷർട്ട് ഇട്ടാൽ എൻ്റെ സ്വന്തം അനിയത്തിയും മറ്റാൾ പാപ്പൻ്റെ മോളുമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും അങ്ങനെ ഒരുമിച്ച് വരുമ്പോൾ വൻ പ്ലാനിങ് ആണ്, അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ അത് കഴിക്കണം. പക്ഷെ ഒന്നും നടക്കാറില്ല, കാരണം എല്ലാവരും ഒരുമിച്ച് ഉണ്ടാവാറില്ല. അപ്പം ഞാൻ നാട്ടിൽ വന്നപ്പോൾ ഇവർ 2 പേരുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ എന്ത് ചെയ്ത് ഒരു ഒറ്റ മൈൻഡിൽ അങ്ങോട്ട് ഇറങ്ങി, എവിടേക്കെങ്കിലും പോവാൻ എന്തെങ്കിലും കഴിക്കുക. ആ ഒരു സംഭവം നേരെ ചെന്ന് എത്തിയത് തിരൂർ ഷവായയിലേക്കാണ്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, നേരെ ബസ്സൊക്കെ കയറി താഴെപ്പാലം ഇറങ്ങി അവിടെ നിന്ന് ഒരു ഓട്ടോയും വിളിച്ചതാ ടി ആൻഡ് ടിയിലെത്തി. സത്യം പറഞ്ഞാൽ ഞാൻ റീൽസിലൊക്കെ കണ്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ഷവായ ആദ്യമായിട്ട് കഴിക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് നല്ലോണം ഉണ്ട്, കാരണം ഞാൻ ഇവിടുത്തെ ഷവായ റീൽസിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്കത് കഴിക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ നല്ലൊരു ആംബിയൻസ് കേട്ടോ, നല്ല നീറ്റാണ് പറയാം, അതെനിക്കാൻ വയ്യ, നല്ല നീറ്റാണ്. പിന്നെ ഞങ്ങളൊരു ലഞ്ച് കോംബോ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു ഫുൾ ഷവായയും 2 ബൗൾ റൈസും 4 കുബൂസും 4 മൊയ്റ്റോയും. അതിലൊരു മൊയ്റ്റോ ഞങ്ങൾ മാറ്റിയിട്ട് ജ്യൂസാക്കി, കാരണം കല്യാണിക്കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ആട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ്. അവിടുത്തെ ആ മാംഗോ സാലഡ് ഉണ്ടല്ലോ, അതും ഞാൻ റീൽസിലേ കണ്ടിട്ടുള്ളൂ. അത് കഴിച്ചപ്പോൾ സൂപ്പർ ടേസ്റ്റാണ്, അടിപൊളിയാണ്. റൈസ് ആയാലും അതേപോലെ തന്നെ ചിക്കൻ ആയാലും, പിന്നെ അവരുടെ ഒരു ബീട്രൂട്ടിൻ്റെ ഒരു ചട്നി പോലത്തെ ഒരു സാധനം ഉണ്ട്, അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, അതും അടിപൊളി ടേസ്റ്റായിരുന്നു. ഞങ്ങൾക്ക് 4 പേർക്ക് ഈ ഒരു ലഞ്ച് കോംബോ കറക്റ്റ് അളവായിരുന്നു കേട്ടോ, കാരണം എല്ലാവരുടെ വയറും അത്യാവശ്യം നിറഞ്ഞു. നമുക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു, അത്രയ്ക്ക് ദമ്മായിരുന്നു. നമുക്ക് ബിരിയാണിയൊക്കെ തിന്നാൽ കിട്ടുന്നൊരു മയക്കമുണ്ടല്ലോ, സത്യത്തിൽ ആ ഒരു മയക്കത്തിലായിരുന്നു എല്ലാവരും. അതിൽ ആ പാഷൻ ഫ്രൂട്ടിൻ്റെ മൊയ്റ്റോ കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടത്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ നേരെ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ബസ് കയറി താഴെപ്പാലം ഇറങ്ങി. അവിടെ എത്തിയപ്പോൾ പിന്നെ കല്യാണിക്ക് ദാഹിക്കുന്നുണ്ട്, ഇളനീര് മേടിച്ചൊരു അമ്മ എന്ന് വെച്ചപ്പോൾ ഇളനീരൊക്കെ മേടിച്ച് കുടിച്ചു. പിന്നെ താഴെപ്പാലത്ത് നേരെ പരപ്പനാടി ബസ് കയറി പുത്തൻ്റെ ഇറങ്ങണം. അങ്ങനെ ബസ്സിലിരിക്കുമ്പോൾ അവൾ പറയുകയാണ്, എനിക്ക് ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ പണ്ട് സ്കൂളിൽ പോയതൊക്കെ ഓർമ്മ വരുന്നത്. സത്യമായിട്ട് അവിടെ ഇരുന്നിട്ട് ഞാനും കോളേജിലൊക്കെ പോയിരുന്നത്, അത്ര തിരക്കാണ് സമയത്തൊക്കെ അവിടെ ആയിട്ട് കയറി ഇരുന്നാൽ കണ്ടക്ടറിനെ നീപ്പിക്കില്ല. മറ്റേ നോർമൽ സീറ്റിലൊക്കെ ഇരുന്ന് നമ്മൾ കൺസെഷൻ കൊടുത്തിട്ട് സീറ്റ് ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവിടെ ആകുമ്പോൾ ആ പ്രശ്നമില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്ത് നേരെ അതൊക്കെ പറഞ്ഞിരുന്ന് പൂത്തന്തര എത്തി. അവിടെ എത്തിയത് തന്നെ ഫ്രൂട്ട്സ് കടൻ്റെ മുന്നിലാണ് എത്തിയത്. അപ്പോൾ പിന്നെ കല്യാണിക്ക് സ്ട്രോബെറി കണ്ടപ്പോൾ സ്ട്രോബെറി വേണമെന്ന് പറഞ്ഞ് അത് മേടിച്ചു കൊടുത്തു. പിന്നെ അവിടെ സൂപ്പർ മാർക്കറ്റിൽ കയറി 2 ഐസൊക്കെ മേടിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അവിടെ പിന്നെ സൂപ്പർ മാർക്കറ്റിൽ കയറി പിന്നെ പറയണ്ട, കല്യാണി പിന്നെ എല്ലാതും അവൾക്ക് ഇഷ്ടപ്പെട്ടത് എല്ലാതും അവളായിരുന്നു പെറുക്കിയെടുത്തോളും. അങ്ങനെ ഇതാ അവിടെ നിന്നൊക്കെ ഇറങ്ങി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകണം. ഇനി ബാക്കി 2 ടീംസും കൂടി നാളെയും മറ്റന്നാളായിട്ട് വരും. ഇനി ഇതേപോലെ അവരെയും കൂട്ടിയിട്ട് ഇങ്ങനെ കറങ്ങാൻ പോകണം. ഇനിയിപ്പോൾ വീട്ടിലെത്തി കഴിഞ്ഞാൽ വേഗം ഒന്ന് കിടന്നുറങ്ങണം, ആ ഒരു പ്ലാൻ മാത്രമേ ഉള്ളൂ, കാരണം അത്രയ്ക്ക് മത്തായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മത്ത് വിടണമെങ്കിൽ ഒന്ന് കിടന്നുറങ്ങണം. അപ്പോൾ ഇന്നത്തെ വീഡിയോസും വിശേഷങ്ങളും ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.